നമസ്കാരം ടീച്ചർ. നമസ്തേ. ടീച്ചറെ, ഈ കൾച്ചറൽ മാർക്സിസത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചു. ഈ അവനിർമ്മാണത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി, ഇങ്ങനെ ചരിത്ര പുരുഷന്മാരെ, മഹാരഥന്മാരെ, ഇതിഹാസ കഥാപാത്രങ്ങളെയൊക്കെ വക്രീകരിച്ച് വ്യാഖ്യാനിക്കുന്ന ഒരു രീതി നമുക്ക് എന്ന് ആരംഭിച്ചു? മറ്റൊന്ന്, ഒരു പ്രസ്ഥാനം പോലെ ഇത് രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത് ഈ ആരംഭിച്ചത് വ്യക്തികളിൽ കൂടെ ആരംഭിച്ചു, പിന്നെ അതൊരു പ്രസ്ഥാനമായി മാറി. അത് എങ്ങനെയാണ് അതൊരു പ്രസ്ഥാനമായിട്ട് രൂപാന്തരപ്പെട്ടത്, ഏത് കാലത്താണ് തുടങ്ങിയ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് ടീച്ചറെ? അത് കൾച്ചറൽ മാർക്സിസം ഒരു ബൗദ്ധിക പ്രസ്ഥാനമായിട്ടാണ് തുടങ്ങിയത്. പിന്നീട് അത് പാർട്ടി ആക്ടിവിസം അങ്ങനെ ആ ഒരു ലെവലിലേക്ക് പോയി. അപ്പോൾ ആദ്യമായിട്ട് അത് ക്രിട്ടിക്കൽ തിയറി എന്നൊരു പ്രസ്ഥാനമായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിലാണ് തുടങ്ങിയത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചില സ്കോളേഴ്സ്, അതൊരു റിസർച്ച് കേന്ദ്രമായിരുന്നു. അതിൽ ആ ക്രിട്ടിക്കൽ അത് ജർമ്മനിയിലാണ്, ഫ്രാങ്ക്ഫർട്ട് സ്കൂൾ എന്നാണ് പറയുന്നത്. പക്ഷെ അതൊരു ഹൈലി അഡ്വാൻസ്ഡ് റിസർച്ച് കേന്ദ്രമാണ്. മാർക്സിസ്റ്റുകളാണ് അതിൻ്റെ നിയന്ത്രണം. അപ്പോൾ അവർ മാർക്സിസ്റ്റ് സ്കോളേഴ്സാണ്. അപ്പോൾ അവരാണിത് 1920കളിലാണ് ഇത് ജർമ്മനിയിൽ സ്റ്റാർട്ട് ചെയ്തത്. നല്ല പഴക്കമുണ്ട്, ഉണ്ട്. അപ്പോൾ ഇവരത് തുടങ്ങി. അങ്ങനെ അത് ഒരുപാട് റിസർച്ചും ഒരുപാട് പേപ്പേഴ്സും പുസ്തകങ്ങളും ഒക്കെ ഇറങ്ങിക്കൊണ്ടിരുന്ന അവസരത്തിൽ 30കളിലായപ്പോൾ നാസിസം വന്നല്ലോ. 1933 തോന്നുന്നു. ഹിറ്റ്ലർ ഭരണം വന്നതോടുകൂടി ഇവരെല്ലാം ഇവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇവർ ജീവനും കൊണ്ടുപോടി. അപ്പോൾ ഇവർ ആദ്യം പോയത് ജനീവയിലാണ്. ജനീവയിൽ യൂണിവേഴ്സിറ്റി പോയി. അവിടെ നിന്നും പോകേണ്ടി വന്നു, ഇവർക്ക് വിടേണ്ടി വന്നു. അവസാനം മുതലാളിത്ത ഇതിലുള്ള അതെ. അന്നൊക്കെ ഈ അട്ടിമറിയും റെവല്യൂഷനൊക്കെ ഓരോ സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ജനീവ വിട്ടു പോകേണ്ടി വന്നു. US വന്ന്, US സേഫായിട്ടൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഇവരെല്ലാം കൂടി ഈ പ്രസ്ഥാനത്തിനെ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്ന കുറേ പേരുണ്ട്. എങ്കിലും അതിൻ്റെ സ്ഥാപകരാദ്യമേ നിന്നത് അതിൽ മാക്സ് ഹോർക്കൈമർ എന്ന് പറഞ്ഞ ഒരു കൾച്ചറൽ മാർക്സിസ്റ്റ്. അദ്ദേഹം ഈ ക്രിട്ടിക്കൽ തിയറി എന്നുള്ള പേര് അതായത് അദ്ദേഹം പറയുന്ന ഒരു തിയറി, ഒരു സിദ്ധാന്തം കൊണ്ട് തന്നെ സാമൂഹിക മാറ്റങ്ങൾ വരുത്താം. അതെങ്ങനെ വേണം, അത്രയ്ക്ക് തീവ്രമായ ക്രിറ്റിസിസം ആയിരിക്കണം അതിനകത്തുള്ളത്. അല്ലാതെ നമ്മൾ വിപ്ലവമൊന്നും ചെയ്യണ്ട. വിപ്ലവമൊന്നും ഇപ്പം നേരത്തെ വിമർശനം അതുകൊണ്ട് തന്നെ മറിച്ചിടാൻ പറ്റുമെന്നാണ്. നേരത്തെ കാൾ മാർക്സ് പറഞ്ഞത് എന്താണ്? തൊഴിലാളികളെ സംഘടിപ്പിച്ച് വിപ്ലവം നടത്തണം. അപ്പൊ ഇവിടെ തിയറിയെ തന്നെ വിപ്ലവാത്മകമാക്കണം. തിയറി കൊണ്ട് തന്നെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് തന്നെ, അതാണ് ക്രിട്ടിക്കൽ തിയറി എന്ന്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള തിയറീസ് ഉണ്ടാക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. അതായത് സമൂഹത്തിൽ അത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ആ തിയറി എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? കൾച്ചറൽ ഏരിയയിൽ, കൾച്ചറൽ മേഖലയിൽ. അതായത് സംസ്കാരം, സാഹിത്യം, വിദ്യ, വിശ്വാസം, ആചാരം, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കയറി പറ്റിയിട്ട് ഈ തിയറികൾ അവിടെ ആൾക്കാരെ പഠിപ്പിച്ച് അതിൻ്റെ ആ രീതിയിൽ അതിനെല്ലാം ഇളക്കി മറിക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളതെല്ലാം ബൂർഷ്വാ സംസ്കാരമാണ്. അപ്പോൾ ബൂർഷ്വാ കല, ബൂർഷ്വാ സാഹിത്യം, ഇതൊക്കെയാണ് അവർ പറയുന്നതിന്. അപ്പോൾ അതിനെല്ലാം മാറ്റിമറിക്കണം. ബൂർഷ്വാളെ കൊണ്ടുവച്ച ആചാരങ്ങളാണ് ഇപ്പം മനുഷ്യർ ഫോളോ ചെയ്യുന്നത്. അതിനെല്ലാം മാറ്റിമറിക്കാൻ നേരെ വിപരീതമായിട്ടുള്ള വളരെ അതിതീവ്രമായിട്ടുള്ള തിയറീസ് കൊണ്ടുവന്ന് ക്രിറ്റിസിസം നടത്തി വേണം ഇത് ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഹോർക്കൈമർ പറഞ്ഞത്. ഈ മാക്സ് ഹോർക്കൈമറെ കൂടാതെ പിന്നീട് പ്രധാനപ്പെട്ട ഒരാളിപ്പോൾ നമ്മളിപ്പോൾ പലരെയും ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റില്ല, സമയപരിധിയിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് തിയോഡോർ അഡോണോ. ഈ തിയോഡോർ അഡോണോ എന്ന് പറഞ്ഞാൽ വളരെ പ്രസിദ്ധനാണ് ഈ കൾച്ചറൽ മാർക്സിസ്റ്റ്, ആസ് എ കൾച്ചറൽ മാർക്സിസ്റ്റ്. ഈ അമേരിക്കയിൽ തന്നെ ആയിരുന്നു അദ്ദേഹം. ഇവർ രണ്ടുപേരും ജർമ്മൻകാരാണ്. പക്ഷേ ഇങ്ങനെ പലായനം ചെയ്ത് അവിടെയാണ് ഈ ഇത് മുന്നോട്ട്. അമേരിക്കയിൽ ഇവർക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടി. എന്ന് വെച്ചാൽ ചില സ്കോളേഴ്സ്, ഓൾറെഡി മാർക്സിസ്റ്റ് സ്കോളേഴ്സ് ഉണ്ട്, അവരിൽ നിന്ന് സപ്പോർട്ട് കിട്ടി. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് അത് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ അഡോണോ എന്ന് പറഞ്ഞാൽ വളരെ അതായത് അഡോണോ എവിടെ നോക്കിയാലും, കൾച്ചറിൽ എവിടെ നോക്കിയാലും
പിന്നെ അടിച്ചമർത്തലാണ് അദ്ദേഹം കാണുന്നത്. അതായത് ഈ അടിച്ചമർത്തൽ എന്ന് പറയുന്നത് ഈ ബൂർഷ്വാ സംസ്കാരമാണ്. അപ്പോൾ അത് ഈ രംഗങ്ങളിൽ സാംസ്കാരിക മേഖലകളിൽ എവിടെ ചെന്നാലും അഡോണോ കാണുന്നത് മുഴുവൻ അടിച്ചമർത്തലാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ അടിച്ചമർത്തലിൽ എങ്ങനെയാണ് സ്വാതന്ത്ര്യം സ്വപ്നം കാണണമെങ്കിൽ നമ്മൾ കമ്മ്യൂണിസം കൊണ്ടുവരണം. ഇവിടെ അടിച്ചമർത്തൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നത് മനുഷ്യര് പ്രകൃതിയെ അടിച്ചമർത്താൻ നോക്കുന്നു. എന്ന് വെച്ചാൽ പ്രകൃതിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ഈ നിയന്ത്രണങ്ങൾ, അതായത് ഈ സമൂഹത്തിൽ പല നിയന്ത്രണങ്ങളുണ്ട്. സ്വസ്ഥമായിട്ട് എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ പല ലെവലിൽ പല നിയന്ത്രണങ്ങൾ വേണം. പക്ഷെ അതെല്ലാം അദ്ദേഹം അടിച്ചമർത്തലായിട്ടാണ് കാണുന്നത്. അപ്പോൾ പ്രകൃതിയെ മനുഷ്യൻ അടിച്ചമർത്തുന്നു, നിയന്ത്രിക്കുന്നു, അടിച്ചമർത്തുന്നു. പക്ഷെ അത് നമ്മൾ സാധാരണ നമ്മൾ കുറ്റം പറയുന്നതന്നെ മുതലാളിത്തത്തിന്റെ ഒരു ദോഷവശമായിട്ട് നമ്മൾ കാണുന്നതാണ്. പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നു, അത്യാഗ്രഹം വരുമ്പോൾ പ്രകൃതിയെ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കുന്നു, അത് ശരിയാണ്. പക്ഷെ ഇവരതല്ല പറയുന്നത്. ഈ അഡോണോ അഡോണോയുടെ തലവേദന അതല്ല, ഈ ഉത്തരവാദിത്വ ബോധം അല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് പ്രകൃതിയുടെ പ്രോഡക്റ്റാണ് ഹ്യൂമൻ ബീയിങ്സ്, എല്ലാ ജീവജാലങ്ങളും. അപ്പൊ ഈ മനുഷ്യൻ പ്രകൃതിയുടെ ഉൽപ്പന്നമായിരിക്കുന്ന മനുഷ്യൻ തിരിഞ്ഞ് പ്രകൃതിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിൽ അസ്വാഭാവികമാണ്. അപ്പോൾ അതാണ് സ്വാതന്ത്ര്യം എന്ന് മനുഷ്യർ വിചാരിക്കുന്നു. പ്രകൃതിയെ നിലയ്ക്ക് നിർത്തിയാൽ അതിനെ പിന്നെ നമുക്ക് ചൊൽപ്പടിക്കുക, അത് സ്വാതന്ത്ര്യം, മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് പ്രകൃതിയുടെ മേൽ എന്ന് ധരിക്കുന്നു. പക്ഷെ അല്ല. കാരണം പ്രകൃതിയുടെ പ്രോഡക്റ്റ്, ഉൽപ്പന്നമാണ് മനുഷ്യൻ. ഇതാണ് ഭൗതികവാദം അവിടെ സ്ഥാപിക്കുകയാണ്. സാധാരണ മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുണ്ട്. മാൻ ഈസ് നേച്ചേഴ്സ് റെബൽ എന്നാണ് പറയുന്നത്. അതായത് പ്രകൃതി നിയമങ്ങളെ അതിജീവിക്കാൻ മനുഷ്യന് സാധിക്കും. അപ്പൊ മനുഷ്യന്റെ ആ സ്വാതന്ത്ര്യം, അദ്ദേഹത്തിന്റെ ബുദ്ധി, യുക്തി, ഇതൊക്കെ ഉപയോഗിച്ചാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യാനും അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും എല്ലാത്തിനും ഇതിന് ഉപയോഗിക്കാം. അതെ. പക്ഷേ അതായത് ഈ പ്രാകൃതിക പ്രചോദനം കൊണ്ടല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ഇൻസ്റ്റിങ്ക്റ്റ് അല്ല, മറിച്ച് മനുഷ്യന് ഫ്രീഡം ഉണ്ട്, മനുഷ്യന് യുക്തി തലമുണ്ട്, ബോധം, അതെ, വിവേചന ബുദ്ധിയുണ്ട്, കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവ്. അതുകൊണ്ടാണ് മനുഷ്യന് കുറെയൊക്കെ പ്രകൃതി നിയമങ്ങൾ 100% അതിന് വിധേയമായല്ല മനുഷ്യർ. മറ്റ് ജീവജാലങ്ങൾ അങ്ങനെയല്ല, അവരുടെ വിധേയമാണ്, നിയമങ്ങൾക്ക് വിധേയമാണ്. പക്ഷെ ഈ നിയമങ്ങളെ ലംഘിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യനുണ്ടെന്ന് നമ്മൾ ധരിക്കുന്നു. പക്ഷെ ഇവര് പറയുന്നത് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ പ്രകൃതിയുടെ വെറും ഒരു പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് മനുഷ്യൻ എന്നിട്ട് പ്രകൃതിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്, പ്രകൃതിയെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്, അത് തെറ്റാണ്. അത് ശരിയായ സ്വാതന്ത്ര്യമല്ല. മനുഷ്യനൊരു അടിമയാണെന്നുള്ളതാണ്. അടിമയെന്ന് വെച്ചാൽ പ്രകൃതിയാണ് എല്ലാ ജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്ന പോലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ മനുഷ്യനിൽ പ്രധാനപ്പെട്ടത് എന്താണ്? ബുദ്ധിയല്ല, വികാരമാണ്. മനുഷ്യനെ തന്നെ രണ്ടായിട്ടാണ് അദ്ദേഹം കാണുന്നത്. ബുദ്ധിജീവി ഒരു ഇതിൽ, അതായത് ബുദ്ധി എന്ന് പറയുന്നത് ഈ യുക്തിതലമാണ്. യുക്തിതലം അവിടെ ഈ തിരിച്ചറിവിന്റെ, ഇപ്പൊ നന്മ, തിന്മ, അതുപോലെ നീതി, അനീതി, സത്യം, ഇതൊക്കെ തിരിച്ചറിയുന്ന വിവേചന ബുദ്ധി, അത് യുക്തിയുടേതാണ്. അതൊന്ന്. രണ്ടാമത് അദ്ദേഹം വൈകാരിക ജീവി. ഇതിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുക്കുന്നത്, ഇമോഷണൽ സെൽഫ്. മറ്റത് ഇന്റലക്ച്വൽ സെൽഫ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഈ ഇമോഷണൽ സെൽഫാണ് പ്രധാനമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ മനുഷ്യൻ ഇപ്പോൾ യുക്തി കൊണ്ടാണ് സമൂഹത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. സമൂഹത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. പിന്നെ ഇപ്പോൾ നന്മ, തിന്മ, അനീതി, നീതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പ്രിൻസിപ്പിൾസ് അങ്ങോട്ട് അതിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് സമൂഹത്തെയും ഈ മനുഷ്യൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് യുക്തി കൊണ്ട്. പക്ഷെ അത് ശരിയല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് അടിച്ചമർത്തലാണ്. വൈകാരികമായിട്ട് മനുഷ്യന് സമൂഹമായിട്ട് ഇടപഴകാം. വൈകാരിക ജീവിയാണ് പ്രധാനമായിട്ടും മനുഷ്യൻ. വൈകാരികമല്ല, അതെ, വിവേകമല്ല, അതെ, വികാരജീവിയായിട്ട് മനുഷ്യൻ ഇടപെടണം സമൂഹമായിട്ട്. അല്ലാതെ ആശാൻ ചമഞ്ഞ് ബുദ്ധി കൊണ്ടുവന്ന് യുക്തി കൊണ്ടുവന്ന് സമൂഹത്തെ നിയന്ത്രിക്കാനല്ല നോക്കേണ്ടത്. അത് അടിച്ചമർത്തലാണ്, അത് സ്വാതന്ത്ര്യമല്ല എന്നതാണ്. അപ്പോൾ അതൊരു. പിന്നെ മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഈ രണ്ട് ജീവികൾ ഈ 2 in 1 എന്ന് പറയുന്ന പോലെയാണ് ഇവർ കാണുന്നത്. അതായത് ബുദ്ധിജീവി, പിന്നെ വൈകാരിക ജീവി. അപ്പൊ ഇത് രണ്ടുമുണ്ട്. അതിൽ തന്നെ ഇവർ പറയുന്നത് ഉള്ളിൽ തന്നെ അടിച്ചമർത്തൽ നടത്തുന്നു. അതായത് വികാരങ്ങളെ ഈ യുക്തി അല്ലെങ്കിൽ ബുദ്ധി അടിച്ചമർത്താൻ ശ്രമിക്കുന്നു. അപ്പൊ ഇതും അടിച്ചമർത്തലാണ്. സാധാരണ രീതിയിൽ നമ്മൾ പറഞ്ഞ നിയന്ത്രിക്കുന്നതാണ്. വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ജോലി ഈ ബുദ്ധിക്കുണ്ട്, അത് നിയന്ത്രിക്കും. അപ്പോൾ ആ റീസൺ കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ യുക്തി കൊണ്ട് അത് നിയന്ത്രിക്കും. കാര്യകാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വികാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കും.
ആ നിയന്ത്രണമാണ് ഒരു ജീവിതത്തിലെ ഒരു മനുഷ്യന്റെ ആ ഡിസിപ്ലിൻഡ് ലൈഫ് കൊടുക്കുന്നത്, ഡിസിപ്ലിൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ മനസ്സ് നമ്മുടെ കൈവിട്ട് പോകും, അത് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങും. അപ്പോൾ അതുകൊണ്ട് പരമ്പരാഗതമായിട്ട് മോഡേൺ പീരീഡിലും ഒക്കെ മനുഷ്യർ യുക്തിക്ക് പ്രാധാന്യം കൊടുത്തു. കാരണം അതിന് വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. അതാണ്. അപ്പോൾ അങ്ങനെ ഇതിവിടെ നിയന്ത്രണത്തെ അടിച്ചമർത്തലായിട്ടാണ് കാണുന്നത്. എന്നിട്ട് ഇദ്ദേഹം അഡോണോ ചോദിക്കുന്നത്, ഇത് രണ്ടും, ഈ ബുദ്ധിജീവിയായാലും ശരി വികാരജീവിയായാലും ശരി, രണ്ടുപേരും നേച്ചറിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ പ്രോഡക്റ്റ്സ് ആണ്, ദ്രവ്യത്തിൻ്റെ പ്രോഡക്റ്റ്സ് ആണ്, അല്ലെങ്കിൽ മെറ്റീരിയൽ വേൾഡിൻ്റെ പ്രോഡക്റ്റ്സ് ആണ്. എന്നിട്ട് ആ പ്രോഡക്ട്സ് ഒന്ന് മറ്റൊന്നിനെ നിയന്ത്രിക്കുന്നത് എങ്ങനെ ശരിയാവുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ യുക്തിയെ അവിടെ താഴ്ത്തിക്കെട്ടുകയാണ്, വികാരത്തിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരുന്നത് മാത്രമല്ല, വികാരത്തിന് മേൽക്കോയ്മ കൊടുക്കുകയാണ്. വികാരത്തിനെ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണമെന്നാണ് പറയുന്നത്. അതാണ് ഈ അഡോണോയുടെ പ്രധാനപ്പെട്ട ഒരു വീക്ഷണം. അപ്പോൾ ഇതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കുട്ടികളെയൊക്കെ നിയന്ത്രിക്കുന്നത്, അതിൽ ഈ കൾച്ചറൽ മാർക്സിസ്റ്റുകളുടെ ഇടയിൽ തന്നെ ഒരു ഗ്രൂപ്പുണ്ട്. അതായത് ഇവർ കമ്മ്യൂണിസ്റ്റുകളാണ്, പക്ഷെ ഫ്രോയിഡിയൻ കമ്മ്യൂണിസ്റ്റുകൾ എന്നാണ് ഇവരെ പറയുന്നത്. ഇവർ രണ്ടുപേരുമല്ല, വേറെ കുറച്ച് ഒരു ആൾക്കാരുണ്ട് അതിനകത്ത്. അവർ പറയുന്നത് ഈ അടിച്ചമർത്തൽ ഒരിക്കലും പാടില്ല. അതായത് യുക്തി കൊണ്ട് വികാരങ്ങളെ അടിച്ചമർത്തുമ്പോഴാണ് എന്ത് പറ്റുന്ന ആ റിപ്രഷൻ കാരണം ഉപബോധ മനസ്സ് കയറി വന്ന് ആ ബോധ മനസ്സിനെ മുഴുവൻ നശിപ്പിക്കും എന്നാണ് ഇവരുടെ വാദം. അതുകൊണ്ട് യാതൊരു തരത്തിലെ നിയന്ത്രണവും പാടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പേരൻസ് കുട്ടികളെ നിയന്ത്രിക്കാൻ പാടില്ല, അതൊക്കെ അതുപോലെ തന്നെ ഭർത്താവിനെ ഭാര്യ അനുസരിക്കുന്നത് അത് ഒരു പെട്രിയാർക്കിക്കൽ അല്ലെങ്കിൽ എന്താ പിതാവിന് കൂടുതൽ സ്ഥാനം കൊടുക്കുന്ന ആ ഒരു ഇതാണ്. അതുപോലെ കുട്ടികൾ പേരൻസിനെ അനുസരിക്കുന്നത്, ഇതൊക്കെ ബൂർഷ്വാ സിസ്റ്റമാണെന്ന്. ഈ കുടുംബ വ്യവസ്ഥ മുഴുവൻ ബൂർഷ്വാ സിസ്റ്റമാണ്. അതുകൊണ്ട് ഈ പാരന്റൽ കൺട്രോൾ പാടില്ല. സ്കൂളിലും കോളേജിലോ അധ്യാപകരൊന്നും നിയന്ത്രിക്കാൻ പാടില്ല. അത് മാനസിക രോഗം ഉണ്ടാക്കുന്നതാണ്. നമ്മളാണെങ്കിൽ ഞാൻ തിരിച്ചാണ് വിചാരിക്കുന്നത്, നിയന്ത്രണം ഇല്ലെങ്കിൽ, അതായത് നിയന്ത്രണം ഇല്ലെങ്കിലാണ് വികാരം കടിഞ്ഞാണില്ലാതെ പുറത്തേക്ക് പോവുകയും അതിനെ ഉപബോധ മനസ്സ് വിഴുങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിൻ്റെ ഒരു നിയന്ത്രണം വേണമെന്നാണ് സാധാരണ രീതിയിൽ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ് അവരതിനെ വ്യാഖ്യാനിക്കുന്നത്. ഈ നിയന്ത്രണം അടിച്ചമർത്തലാണ്. ഇതുകൊണ്ടാണ് മാനസിക രോഗം കുട്ടികളിൽ വരുന്നത്. മാനസിക രോഗം മാത്രമല്ല, അതിപ്പോൾ എല്ലാവർക്കും വരുന്നില്ലല്ലോ. മറ്റു കുട്ടികളും ഒരുമാതിരി വിധേയത്വമുള്ളവരും ലജ്ജാശീലമുള്ളവരും ചില അധികാരികളെ ചോദ്യം ചെയ്യാത്തവർ എല്ലാം അങ്ങ് സഹിക്കുന്നവരും ആകുമെന്ന്. അങ്ങനെ സഹിക്കാൻ പാടില്ലല്ലോ ഇവർക്ക്. എന്തിനേയും ചോദ്യം ചെയ്യണം, പ്രതിരോധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ ചിന്താഗതി, ആ ബുദ്ധി, അത്തരം കഴിവുകൾ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അതായത് അതുപോലെ കുട്ടികളായിരിക്കുമ്പോൾ അവരുടെ ലൈംഗികതയെ അടിച്ചമർത്തുന്നു പേരൻസ്, പിന്നീട് സമൂഹവും അടിച്ചമർത്തുന്നു. അതിനോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ ഈ നിഷേധികളായിട്ട് വളരാനുള്ള ആ ഒരു കഴിവ്, അല്ലെങ്കിൽ എന്തിനേയും ചോദ്യം ചെയ്യാൻ കഴിവ്, അതും കൂടെയൊക്കെ നഷ്ടപ്പെടുകയാണ്. എന്നിട്ട് അവർ വളരെ ടിമിഡായിട്ടുള്ള വെറും ആൺകുട്ടികൾ തന്നെ, ലജ്ജാശീലമുള്ളവർ അല്ലെങ്കിൽ വലിയ സങ്കോചം കാണിക്കുന്നവർ, അങ്ങനെയൊക്കെ ആയിപ്പോവും. അവരെന്തും സഹിക്കുന്നവരായിപ്പോവും. അവർക്ക് ഒരിക്കലും ഒന്നിനെയും ക്രിട്ടിസൈസ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ സാധിക്കില്ല. അത്രേ. അപ്പോൾ ഇപ്പോൾ എന്താണ് കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ കുട്ടികൾ പേരൻസിനെ മാനിക്കാത്തത്, അധ്യാപകരെ മാനിക്കാത്തത്, ഇതിന്റെ പിന്നിൽ അക്രമകാരികളാകുന്നത്, ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഇപ്പോൾ മനസ്സിലായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.